നമസ്കാരം, ഞാൻ അനഘ. എല്ലാ പേർക്കും സുഖമാണല്ലോ. കൃഷിയുടെ ബാലപാഠം പരമ്പരയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്താരിമുളക് കൃഷിയെക്കുറിച്ചാണ്. കാന്താരി മലയാളിയുടെ നാവിൻതുമ്പ് തൊട്ട് സ്വഭാവത്തിൽ വരെ വേരുപിടിച്ച ഒരു രുചിയാണ്. കാന്താരിയെ സ്ത്രീലിംഗമായാണ് നമ്മൾ കണക്കുകൂട്ടിയിരിക്കുന്നത്. ഇത്തിരിയേ ഉള്ളുവെങ്കിലും പ്രശ്നക്കാരികളായ പെൺകുട്ടികളെയാണല്ലോ കാന്താരി എന്ന് നമ്മൾ വിളിക്കാറ്. കലിപ്പന്റെ കാന്താരി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആകാശത്തിൽ നിറയെ കാണുന്ന കുഞ്ഞു നക്ഷത്രങ്ങളെ കവി 1000 കാന്താരി പൂത്തിറങ്ങി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. പണ്ട് നമ്മുടെ അടുക്കളയിലെ നിത്യസാന്നിധ്യമായിരുന്ന കാന്താരി വരുത്തൻ മുളകുകളുടെ തള്ളിച്ചയിൽ പിന്നോട്ടു പോയിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഒരു തകർപ്പൻ തിരിച്ചുവരവാണ് കാന്താരിക്കുണ്ടായത്. ഇന്ന് വിപണിയിൽ ചില സമയം 1 കിലോ കാന്താരിക്ക് 2000 രൂപ വരെ വരാറുണ്ട്. എത്ര കുറഞ്ഞാലും 500 രൂപയെങ്കിലും വിലയുണ്ടാകും. എന്തുകൊണ്ടാണ് കാന്താരി വീണ്ടും താരമായത്? കാന്താരിയുടെ ഗുണവിശേഷങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചതോടെയാണ് പ്രധാനമായും ഈ സ്ഥാനക്കയറ്റം. കാന്താരിമുളകിൽ ധാരാളമായി കണ്ടുവരുന്ന ക്യാപ്സിസിന് എന്ന രാസഘടകത്തിന് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് അടുത്ത കാലത്താണ് തെളിഞ്ഞത്. ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും കാന്താരിക്ക് കഴിവുണ്ടത്രേ. രക്തസമ്മർദ്ദം, പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെയും കാന്താരി മുളക് പ്രതിരോധിക്കും. ഫലപ്രദമായ ഒരു വേദന സംഹാരി കൂടിയാണ് കാന്താരിയിലെ ക്യാപ്സിസിന്. ഇത് ദഹനം സുഗമമാക്കുകയും വിശപ്പ് കൂട്ടുകയും ചെയ്യും. കാൻസർ രോഗികൾക്ക് വേദന കുറയ്ക്കാൻ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഗവേഷണം നടന്നുവരുന്നതായും വാർത്തകളുണ്ട്. വാതരോഗങ്ങൾ, പേശികളുടെ വേദന, ശരീരവേദന എന്നിവയ്ക്കെല്ലാം ക്യാപ്സിസിന് ഫലപ്രദമായ ഔഷധമാണ്. പോഷകമേന്മയിലും മുൻനിരയിൽ തന്നെയാണ് കാന്താരി. വൈറ്റമിൻ എ, സി, ഇ എന്നിവയ്ക്ക് പുറമെ കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മികച്ച ഭക്ഷണം എന്ന നിലയിൽ മാത്രമല്ല, കീടങ്ങളെ അകറ്റുവാനുള്ള കഴിവ് മൂലം കാന്താരി ലായനിക്ക് ജൈവകൃഷിയിലും പ്രാധാന്യമുണ്ട്. ഈ ഗുണവിശേഷങ്ങൾ വിദേശ വിപണിയിലും കാന്താരിയുടെ ഡിമാൻഡ് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് എത്ര വേണമെങ്കിലും കാന്താരി കയറ്റിയേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്ര വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് മാത്രം. അതായത് വിപണി ഉറപ്പാക്കിയ ശേഷം നിങ്ങൾക്ക് എത്ര 1000 ഏക്കറിലും കാന്താരി കൃഷി ചെയ്യാനാകും. വിപണിയുണ്ട്, അത് കണ്ടെത്തണം. വിപണിയറിയാതെ കൃഷി ചെയ്താൽ കാന്താരിയല്ല കുങ്കുമപ്പൂവായാലും വീട്ടിലിരിക്കും, അതോർമ്മ വേണം. ബേർഡ്സ് ഐ ചില്ലി എന്നാണ് കാന്താരിയെ ഇംഗ്ലീഷുകാർ വിളിക്കുന്നത്. വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, വയലറ്റ് കാന്താരി എന്നീ തരങ്ങളിൽ കേരളത്തിൽ കാന്താരി കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ പച്ചനിറത്തിലുള്ള ചെറിയ കാന്താരിക്കാണ് എരിവ് കൂടുതൽ. അതാണ് മലയാളിക്ക് കൂടുതലിഷ്ടം. കാപ്സിക്കം ഫ്രൂട്ടിസൻസ് എന്നാണ് കാന്താരിയുടെ ശാസ്ത്രനാമം. ചുനിയൻ മുളക്, കിളിമുളക് തുടങ്ങിയ പേരുകളിലും ചില സ്ഥലത്തിൽ കാന്താരിക്ക് ഇരട്ടപ്പേരുകളുണ്ട്. കാന്താരി വിശേഷങ്ങൾ ഇത്രയും മതി. ഇനി നമുക്ക് എങ്ങനെ കാന്താരി കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ സമൃദ്ധി വിളവ് കൂടുതലുള്ള ഇനമാണ്. തനി വിളയായും ഇടവിളയായും കാന്താരി കൃഷി ചെയ്യാവുന്നതാണ്. ചെറിയ തണലുള്ള സ്ഥലത്തും കാന്താരി വളരും. നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത സ്ഥലങ്ങളിലും വളർത്താമെന്നതിനാൽ ഇടവിളയായി വിജയകരമായി കൃഷി ചെയ്യാം. തെങ്ങിന് തോപ്പുകൾക്കും മറ്റും പറ്റിയ ഇടവിളയാണിത്. ഉഷ്ണകാലവിളയായ കാന്താരി 20-30 ഡിഗ്രി താപനിലയിൽ നന്നായി വളരും. മെയ് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കാന്താരി കൃഷിക്ക് ഏറ്റവും നല്ലത്. ആഴവും ഇളക്കവുമുള്ള നല്ല വളക്കൂറുള്ള പശിമരാശി മണ്ണാണ് യോജിച്ചത്. pH 6നും 7നും ഇടയിലുള്ള മണ്ണിൽ കാന്താരി നന്നായി വളരും. കൃഷി ചെയ്യാനുള്ള പുരയിടം ആദ്യം കളകൾ നീക്കി കട്ടയുടച്ച് നിരപ്പാക്കണം. ജൈവവളം ചേർത്ത് ഒന്നുകൂടി ഉഴുതു നിലം ഒരുക്കണം. 35-40 ദിവസം പ്രായമായ തൈകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. ഏകദേശം 75 സെന്റിമീറ്റർ അകലത്തിൽ എടുക്കുന്ന ചാലുകളിൽ 75 സെന്റിമീറ്റർ ഇടവിട്ട് തൈകൾ നടാവുന്നതാണ്. മഴക്കാലമാണെങ്കിൽ 45 സെന്റിമീറ്റർ വിസ്തൃതിയിൽ തടമെടുത്ത് തൈകൾ നടാം. തടങ്ങൾ തമ്മിലും ചെടികൾ തമ്മിലും അകലം പാലിക്കണം. വാണിജ്യാടിസ്ഥാനത്തിലാണ് കാന്താരി കൃഷിയെങ്കിൽ വാരങ്ങളിൽ പ്ലാസ്റ്റിക് പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അടിവളമായി സെന്റ് 1-ന് 100 കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ നൽകാം. രാസവളമാണെങ്കിൽ യൂറിയ 660 ഗ്രാം, രാജ്ഫോസ് 880 ഗ്രാം, MOP 180 ഗ്രാം എന്ന തോതിൽ ചേർത്ത് കൊടുക്കണം. കാന്താരി വരൾച്ചയെ ചെറുക്കുമെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ജലസേചനം നൽകിയാൽ വിളവ് കൂടും. നട്ട് 1 മാസം കഴിയുമ്പോൾ ചാണകം കുഴമ്പാക്കി ഒഴിച്ചു കൊടുക്കാം. കളകൾ വളരുന്നതനുസരിച്ച് നീക്കം ചെയ്ത് മണ്ണുകയറ്റി കൊടുക്കണം. മാസം തോറും രാസവളമിശ്രിതമോ ജൈവ കൃഷിയാണെങ്കിൽ ജൈവ വളക്കൂട്ടുകളോ അല്പം ഓരോ ചെടിക്കും നൽകാം. സാധാരണയായി കീടങ്ങളെയൊന്നും കാന്താരി അടുപ്പിക്കാറില്ല. മണ്ടരി, മുഞ്ഞ, ഇലപ്പേൻ, വെള്ളീച്ച തുടങ്ങിയവയുടെ ആക്രമണത്തെ ഒരു പരിധിവരെ ചെറുക്കാൻ കാന്താരിക്ക് കഴിയും. അഥവാ കീടാക്രമണങ്ങൾ ഉണ്ടായാൽ ജൈവിക കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്.
കാന്താരിമുളകിന്റെ ചെടികൾ ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വളരും. ധാരാളം ശാഖോപശാഖകൾ ഉണ്ടായിരിക്കും. ഇനി കാന്താരിയുടെ വിളവെടുപ്പ് പരിശോധിക്കാം. നടീൽ കഴിഞ്ഞ് 2 മാസത്തിനകം പൂവിട്ട് 3-ാം മാസം മുതൽ കാന്താരി വിളവുതരാൻ തുടങ്ങും. 2 ആഴ്ച ഇടവിട്ട് വിളവെടുക്കാം. ഒരേ നെറ്റിൽ തന്നെ പച്ചക്കാന്താരിയും പഴുത്ത കാന്താരിയും കാണുമെന്നതിനാൽ ശ്രദ്ധയോടെ വേണം വിളവെടുക്കാൻ. ഒരു ചെടിയിൽ നിന്ന് 200 ഗ്രാം വരെ മുളക് ഒരു വിളവെടുപ്പിൽ ലഭിക്കും. ഒരു വർഷം 2-3 കിലോഗ്രാം എന്ന തോതിൽ 4-5 വർഷം വരെ വിളവ് ലഭിക്കും. അതേസമയം 1-2 വർഷത്തേക്കേ ആദായകരമായ വിളവെടുപ്പ് ലഭിക്കുകയുള്ളൂ. എങ്കിൽ തന്നെ എങ്ങനെ പോയാലും ഒരു ചെടിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 6000-7000 രൂപ കിട്ടും. ഇതുപോരെ? അതോ ഇതിലും വേണോ? ശാസ്ത്രീയമായി പരിചരിച്ച് സൂക്ഷ്മമായി വളർത്തിയാൽ 10,000 രൂപ ചെടി ഒന്നിന് ഉറപ്പ്. ഒറ്റക്കാര്യം മാത്രം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, വിപണി ഉറപ്പാക്കി വേണം കൃഷിക്കിറങ്ങാൻ. ഇനി നമുക്ക് കാന്താരിയുടെ തൈ ഉണ്ടാക്കുന്ന വിധം നോക്കാം. പഴുത്ത കാന്താരിയിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകൾ പാകി മുളപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത്. പഴുത്ത മുളകുകൾ ശേഖരിച്ച് ഒരു പത്രക്കടലാസിൽ നിരത്തണം. കടലാസിന്റെ ഒരു ഭാഗം കൊണ്ട് മുളകുകൾ മൂടി നന്നായി അമർത്തണം. വിത്തും മാംസള ഭാഗവും വേർപെടുന്നതുവരെ നന്നായി ഉരസണം. ഒരു പാത്രത്തിൽ 60-70 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളമെടുത്ത് വേർപെടുത്തിയ വിത്ത് അതിൽ 15 മിനിറ്റ് നേരം ഇട്ടുവയ്ക്കണം. അതിനുശേഷം വിത്ത് കഴുകി മാംസള ഭാഗങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്യണം. പിന്നീട് വിത്തുകൾ പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം അല്പം ചാരം ചേർത്ത് ഇളക്കണം. തുടർന്ന് തണലിൽ 3-4 ദിവസം ഉണക്കിയെടുക്കണം. ഇതിനുശേഷം വിത്ത് പാകാം. പാകിക്കഴിഞ്ഞ് തടങ്ങളിൽ നിന്നും വിത്ത് ചിതറിപ്പോകാത്ത വിധം നനയ്ക്കണം. വിത്ത് മുളക്കാൻ തുടർച്ചയായി നനയ്ക്കേണ്ടി വരും. 5-6 ദിവസത്തിനുള്ളിൽ മുള വരും. തൈകൾ നാലില പരുവത്തിൽ വളർച്ചയെത്തുമ്പോൾ പറിച്ചു നടാവുന്നതാണ്. തീവ്രമായ എരിവും പ്രത്യേകമായ സുഗന്ധവും മറ്റു മുളകിനങ്ങളിൽ നിന്ന് കാന്താരിയെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ്. തോൽക്കാനുള്ള മനസ്സില്ലെങ്കിൽ കാന്താരി നട്ടാൽ കരയേണ്ടിവരില്ല. ഏതു സീസണിലും ഡിമാൻഡാണ്. അതല്ല വിപണിയിൽ മൊത്തമായി കൊടുത്ത് കൈയൊഴിയാനല്ല ഭാവമെങ്കിൽ കാന്താരി കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ തീർക്കാം. ശാസ്ത്രീയമായി സംസ്കരിച്ച് ഉണക്കിയെടുത്ത കാന്താരിക്ക് പച്ചക്കാന്താരിയേക്കാൾ കൂടുതൽ വിലയാണ്. ഇതുമാത്രമല്ല, കാന്താരിപ്പൊടി ഉണ്ടാക്കാം. കാന്താരി അച്ചാറും കാന്താരി ജ്യൂസും ഉണ്ടാക്കാം. കാന്താരി ലേഹ്യവും കാന്താരി കാപ്സ്യൂളും വിപണിയിലിറക്കാം. എല്ലാത്തിനും കാന്താരി റെഡിയാണ്. നിങ്ങൾ റെഡിയായാൽ ജീവിതം മാറിമറിയും. ഇത്രയേ പറയാനുള്ളൂ. കാന്താരിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തും കമന്റ് എഴുതിയും പ്രോത്സാഹിപ്പിക്കുക. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒപ്പം നിൽക്കുക. അടുത്ത വീഡിയോയുമായി താമസിയാതെ കാണാം. ഞാൻ അനഘ. നന്ദി.